നമസ്കാരം. അബുദാബി കാർ അപകടത്തിൽ മരിച്ച മലയാളി കുടുംബത്തിലെ 4 കുട്ടികളുടെയും മൃതദേഹം ഖബറടക്കി. ദുബായിലെ അൽ ഖസൈസ് ഖബറിടത്തിലാണ് മൃതദേഹം ഖബറടക്കിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് സ്വദേശിയും വ്യാപാരിയുമായ അബ്ദുൽ ലത്തീഫും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 കുട്ടികളും വീട്ടിലെ ജോലിക്കാരിയും മരിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന മറ്റൊരു കുട്ടി കഴിഞ്ഞ ദിവസമാണ് മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ 4 മക്കളുടെയും ഖബറടക്കം ഒരുമിച്ച് നടത്തുകയായിരുന്നു. അബ്ദുൽ ലത്തീഫിൻ്റെയും ഭാര്യ റുക്സാനയുടെയും മക്കളായ അഷസ്, അമ്മാർ, അസാം, അയാഷ് എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വീട്ടുജോലിക്കാരി ബുഷ്രയും അപകടത്തിൽ മരിച്ചു. ഞായറാഴ്ച പുലർച്ചെ അബുദാബിലെ ഷഹാമിക്ക് സമീപമായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ചാണ് അപകടമുണ്ടായത്. 3 കുട്ടികളും ബുഷ്രയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. 4ാമത്തെ മകൻ അസം തിങ്കളാഴ്ചയാണ് മരിച്ചത്. പരിക്കേറ്റ അബ്ദുൽ ലത്തീഫും റുക്സാനയും 10 വയസ്സുകാരിയായ മകൾ ഇസ്മയും ചികിത്സയിലാണ്. മക്കൾ മരിച്ച വിവരം ആദ്യം മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല. പിന്നീട് കൗൺസിലിംഗ് ടീമിന്റെ സഹായത്തോടെയാണ് ഉമ്മയെ വിവരം അറിയിച്ചത്. മക്കളുടെ മരണവിവരം കേട്ടപ്പോൾ ആ അമ്മ തകർന്നുപോയി. വീൽചെയറിലാണ് പിതാവ് മക്കളുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച വൈകുന്നേരം ദുബായിലെ അൽ ഖസൈസ് ഖബറിസ്ഥാനിൽ 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു 4 സഹോദരങ്ങളുടെയും സംസ്കാരം. വീട്ടുജോലിക്കാരി ബുഷ്രയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. ലിവ ഫെസ്റ്റിവലിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടു മടങ്ങിയ കുടുംബത്തിലാണ് മരണം വില്ലനായി എത്തിയത്.